കാത്തിരുന്നതിൻ്റെ ഒടുവിലായി Q&A എപ്പിസോഡുമായി ചോദ്യങ്ങൾക്ക് മുൻപിൽ ദിയയും അശ്വിനും എത്തിയിരിക്കുകയാണ്. അശ്വിന് ഡ്യൂട്ടിയില്ലാത്ത ദിവസമാണ്. അതിനാൽ ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് കരുതി. ഇപ്പോൾ 4ാമത്തെ മാസമാണ് എനിക്ക്. ഫസ്റ്റ് ട്രിമസ്റ്ററുമായി ബന്ധപ്പെട്ട മിക്ക ചോദ്യങ്ങളും വന്നിട്ടുള്ളതെന്ന് ദിയ പറയുന്നു. എനിക്കങ്ങനെ വിചിത്രമായ ക്രേവിംഗ് ഒന്നുമില്ല. നോർമലായി എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും കഴിക്കുന്നത്. ചാമ്പയ്ക്കയും മാങ്ങയും പുളിയും ഒക്കെ എനിക്ക് നേരത്തെ ഇഷ്ടമുള്ള സാധനങ്ങളാണ്. കഴിക്കാത്ത സാധനങ്ങളൊന്നും വേണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കഴിക്കുന്ന സാധനങ്ങളോട് ഇഷ്ടമില്ലാതെയും കഴിക്കാത്ത സാധനങ്ങളോട് താല്പര്യം തോന്നുമെന്ന് കുറേ പേർ എന്നോട് പറഞ്ഞിരുന്നു. ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ആദ്യ 3 മാസം എനിക്ക് ഭക്ഷണം കഴിക്കാനേ തോന്നിയിട്ടില്ലായിരുന്നു. കരുവാട് കഴിക്കാനായിരുന്നു നിനക്ക് കൂടുതൽ താല്പര്യമെന്നായിരുന്നു അശ്വിൻ പറഞ്ഞത്. ആ മണം മാത്രമായിരുന്നു ഇഷ്ടം. ആ നാറ്റം പിടിച്ചത് എനിക്ക് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറയേണ്ടയില്ലെന്നായിരുന്നു ദിയയുടെ മറുപടി. കരുവാട് കറിയായിരുന്നു തുടക്കം മുതലേ കഴിച്ചത്. ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ഒക്കെ കഴിക്കുമായിരുന്നു. കഴിക്കുന്നതെല്ലാം ഛർദ്ദിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. ഗ്ലൂക്കോസ് ആയിരുന്നു കംഫോർട്ട് ഫുഡ് എന്ന് പറയാം. വെള്ളം പോലും കുടിക്കുവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സ്പൂണിൽ ഇങ്ങനെ വെള്ളം കോരി വായിൽ വെച്ച് തരുമായിരുന്നു അമ്മ. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതും ഞാൻ ഛർദ്ദിക്കും. എന്നെ എടുത്തുകൊണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നത്. 2 ട്രിപ്പെങ്കിലും വേണ്ടി വരുമായിരുന്നു. അടുത്ത ദിവസവും ട്രിപ്പ് വേണമെന്നുള്ളതുകൊണ്ട് ക്യാനുല കയ്യിൽ തന്നെ വെക്കുമായിരുന്നു. അത് വെച്ചാണ് ഉറങ്ങുന്നതുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം 14 തവണയൊക്കെ ഛർദ്ദിക്കുമായിരുന്നു. ആഗ്രഹത്തോടെ കഴിക്കുന്നതെല്ലാം പുറത്തേക്ക് പോകുമായിരുന്നു. കൊഞ്ചും തൈരുമൊക്കെ കഴിച്ചതിന് ശേഷം ഛർദ്ദിക്കുമ്പോൾ ഞാൻ ശരിക്കും പാടുപെട്ടു പോയിരുന്നു അശ്വിൻ പറഞ്ഞത്. ആരെങ്കിലും ഛർദ്ദിക്കുന്നത് കണ്ടാൽ എനിക്ക് ടെൻഷൻ വരും. ടീഷർട്ട് വെച്ച് മൂക്കിൽ പൊത്തിയായിരുന്നു ഞാൻ ദിയയുടെ കൂടെ നിന്നിരുന്നത്. മീനിന്റെ മണം പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. അതിനൊപ്പം ഛർദിയും കൂടെ ആയപ്പോൾ ഞാൻ ജീവിതം തന്നെ വെറുതെ പോയിരുന്നു. ഇനി ഇങ്ങനെ ഒന്ന് സഹിച്ചേ മതിയാവൂ എന്ന് അങ്ങനെയാണ് മനസ്സിലാക്കിയത് അശ്വിൻ പറയുന്നു. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് സിംറ്റം വെച്ചൊന്നും അല്ലായിരുന്നു. സെപ്റ്റംബറിൽ ഞാൻ പ്രഗ്നൻസി കിറ്റ് മേടിച്ചിരുന്നു. നവംബറിൽ അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയായിരുന്നു. എപ്പോഴും വരുന്നത് പോലെ ഒരു വര മാത്രമാണെന്ന് കരുതിയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ 2 ലൈൻ പോലെ കാണുന്നു. വലിയൊരു ലൈനും ലൈറ്റായിട്ട് ചെറിയൊരു വരയുമായിരുന്നു. തൻവിയോട് സംശയം ചോദിച്ചപ്പോൾ ഗേൾ യു ആർ പ്രഗ്നന്റ് എന്നായിരുന്നു തൻവിയുടെ മറുപടി. പിന്നെയും കിറ്റുകൾ വെച്ച് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നു. 2 വര കണ്ടപ്പോൾ ആദ്യം ഞെട്ടലായിരുന്നു ഞങ്ങൾക്ക്. അത് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇതിനകം തന്നെ ദിയയുടെ വീഡിയോ വൈറലായി കഴിഞ്ഞിരിക്കുന്നു. നിരവധി പേരുകളാണ് കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോയവരായിരുന്നു മിക്ക കമൻറ്റുകളും അറിയിച്ചത്. ഗർഭകാലം മണം പ്രശ്നം വരാറുണ്ട്. ഭർത്താവിൻ്റെ മണം വരെ പറ്റത്തില്ലായിരുന്നെന്ന് ചിലർ പറയുന്നു. അതുപോലെ ഭക്ഷണ കാര്യങ്ങളും പ്രശ്നങ്ങൾ വരാറുണ്ട്. ഛർദിൽ പിന്നെ ഇതിൻ്റെ ഭാഗമാണ്. തുടക്കത്തിലെ 3 മാസം കഴിഞ്ഞാൽ ചിലർക്ക് ആശ്വാസം കാണും. പ്രസവ സമയം വരെ നീണ്ടുപോകുന്ന ചിലർക്കുണ്ട്. ദിയയ്ക്ക് പെൺകുട്ടിയായിരിക്കുമെന്നാണ് ചിലർ പറയുന്നത്. മറ്റു ചിലർ ആൺകുട്ടിയാണെന്നാണ് ചിലർ പറയുന്നത്.